ഈ എന്താ പറയാ, ബാങ്കുകളൊക്കെ വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാമല്ലോ. 20 രൂപയുടെ ഇൻഷുറൻസ്, 140 രൂപയുടെ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞുള്ള സ്കീമുകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ബാങ്കിൽ എടുക്കുന്ന ഒരു സ്കീമാണത്. 20 രൂപയ്ക്ക് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ഇൻഷുറൻസ് 2 ലക്ഷം രൂപ എന്തോ ഒരു ആക്സിഡന്റൽ ബെനിഫിറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മളത് ചേരുക. അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ആം ആദ്മി ബീമ യോജന. ഓക്കെ, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, അതായത് 60 വയസ്സ് തികഞ്ഞ ഏതൊരു പൗരനും, എന്താണ് ഇന്ത്യയില് 60 വയസ്സ് തികഞ്ഞ ഏതൊരു പൗരനും നമ്മൾ പെൻഷൻ കൊടുക്കുന്ന സ്കീമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മറ്റൊന്ന് രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന. രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്വകാര്യ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. എന്ത് വലിയ രീതിയിലുള്ള ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചികിത്സാ ഫണ്ട്, ധനസഹായം കിട്ടുന്നതാണ് എന്ത് രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന, RSBY എന്ന് നമ്മൾ പറയും. RSBY ഒക്കെ ഇപ്പൊ മാറി, ഇപ്പൊ പുതിയത് വന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഓക്കെ, RSBY മാറിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 5 ലക്ഷം